നാളായിട്ടുള്ള നമ്മൾ അനന്തോളിയന്റെ ആഗ്രഹമായിരുന്നു ഗൈസ് അവന്റെ പാച്ചായി കിടക്കുന്ന ബിയേർഡ് ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കണമെന്നുള്ളത്. പക്ഷെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലയിലെയും താടിയിലെയും മുടിയൊക്കെ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ലേ ഇവന് ബിയേർഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവന് ഷൂട്ട് കംപ്ലീറ്റ് മുടങ്ങൂല. അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യാതിരിക്കുകയായിരുന്നു. പക്ഷെ ഈ ഇടയ്ക്കുണ്ടല്ലോ ഗൈസ്, എന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സെയിം ക്ലിനിക്ക് ക്യൂട്ടിസിലെ ഷജീർ ഡോക്ടർ വിളിച്ചിട്ട് ഒരു പുതിയ പ്രൊസീജിയർ ഉണ്ട്, അത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഈ പ്രൊസീജിയറിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഗൈസ്, ഇതിൽ നമ്മൾ താടിയും ട്രിം ചെയ്യേണ്ട, മുടിയും ഷേവ് ചെയ്യേണ്ട, പ്രൊസീജിയർ കഴിഞ്ഞ് 7 ദിവസം മാത്രം മതി നമുക്ക് നോർമൽ ആയിട്ട് പുറത്തിറങ്ങി നടക്കാം. ഈ പ്രൊസീജിയറിന്റെ പേര് തന്നെ ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നാണ്. ഈ പ്രൊസീജിയറിനെ കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞുതരാൻ നമുക്ക് ഈ വീഡിയോക്ക് അത് സ്ഥലമില്ല ഗൈസ്. അതുകൊണ്ട് ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ തരാം. സ്റ്റാർട്ടിങ് നമ്മളൊരു നോർമൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പോലെ തന്നെ അവർ നമ്മുടെ എവിടെയാണോ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത് അവിടെ അത്രയും കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് നമ്മുടെ അപ്രൂവൽ മേടിക്കും. അതിനുശേഷം അവർ മാർക്ക് ചെയ്ത ഏരിയ ക്ലീൻ ചെയ്ത് ലോക്കൽ അനസ്തേഷ്യ യൂസ് ചെയ്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഏരിയ മൊത്തം നമ്മാക്കി മുടി വളരുന്ന ഡയറക്ഷനിൽ ഇൻസിഷൻസ് ചെയ്യും. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കാരണം ഡോണർ ഏരിയ ഷേവ് ചെയ്യാതെ തന്നെ ലോങ് ഹെയർ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് നമ്മുടെ താടിയുടെ സൈസിനനുസരിച്ച് കട്ട് ചെയ്ത് ഇവർ കറക്റ്റ് ആയിട്ട് ആ താടിയിൽ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്യും. ഇത് തീരുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ടിന്റെ ഒരു റിസൾട്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ശരിക്കും പ്രൊസീജിയർ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഗൈസ്. പുറകിൽ നിന്ന് നമ്മൾ തുള്ളിച്ചാടുകയായിരുന്നു. പിന്നെ 8 ദിവസത്തെ റെസ്റ്റ് മെയിന്റനൻസും കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, ലിറ്ററലി വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിറകിൽ നിന്ന് ഹെയർ എടുത്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ താടിയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടെന്നോ ഐഡന്റിഫൈ പോലും ചെയ്യാൻ പറ്റില്ല. അത്ര കിടിലനായിരുന്നു. അളിയൻ ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. താങ്ക് യു സോ മച്ച് ക്യൂട്ടിസ്.